ഇപ്പൊ എനിക്ക് കോളേജ് ഉണ്ടെന്ന് വെക്കുക, 3 മണിയാകുമ്പോൾ കോളേജ് കഴിയും, വീട്ടിലെത്തും 4 മണിയാകുമ്പോൾ വീട്ടിലെത്തും, അല്ലെങ്കിൽ 4:30 എത്തുമ്പോൾ, എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് 5 മണി 6 മണി മീൻസ് ആ ഒരു സമയത്ത് വീഡിയോ എടുത്ത് തരും. പിന്നെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തീരും. പിറ്റേ ദിവസം കോളേജിൽ പോണ ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് കോളേജിൽ പോയിട്ട് കോളേജ് വൈഫൈ വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുക. നല്ല ടാസ്ക് ആയിരുന്നല്ലേ ആ ടൈമിലൊക്കെ. അങ്ങനെ അത് മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് ബാൻ ആയ പോലെ യൂട്യൂബ് ബാൻ ആയാലോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ യൂട്യൂബ് അങ്ങനെ ബാൻ ആവുന്നൊരു സംഭവമില്ല. കാരണം ഓൾറെഡി യൂട്യൂബ് എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിളിന് ആണെങ്കിലും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ചെയ്യും. ഹേ ഗൈസ്, നമ്മൾ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ എന്താണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. ലവ് എന്താണ്, വാട്ടർ പ്രൂഫ് ലാഷ്. ഹായ് ഹലോ നമസ്കാരം. ലെമോ ഓണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരേപോലെ ഒരുപാട് പുതിയ പുതിയ പ്രോഡക്ട്സും അത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണ്. ആൻഡ് ഹിയർ വി ഹാവ് നോയൽ. നോയൽ, വെൽക്കം ടു ദി ഷോ. അപ്പോ എനിക്ക് നോയലിന് ഇതിനു മുമ്പേ അറിയാവുന്ന ആളായത് കാരണം നമ്മൾ കുറച്ച് അധികം നാളായിട്ടുള്ള ഫ്രണ്ട്സ് കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരുമിച്ച് വന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം ഒരുപാട് കുറച്ച് നാളത്തെ ജേർണിയിൽ ഞാനും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ഒരു ലെവലിലോട്ട് എത്തിയിട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ. എത്തിയിട്ടില്ല അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ഫ്രണ്ട്സിന് നമ്മൾ വേറെ ഫ്രണ്ട്സ് ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. ഇതിലിപ്പോ ഞാൻ വലുതായെന്ന് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മള് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മള് അങ്ങനെ തന്നെ ഇപ്പൊ എത്രത്തോളം കാലം നമ്മള് ഇങ്ങനെ ആയിരിക്കും, അത്രത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അത് ഒറിജിനലാണ്. ഞാനിപ്പോ വലുതായെന്നുള്ളൊരു തോട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എവിടെ എത്തിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിങ്ങനൊരു എല്ലാരും അറിയാം എന്നുള്ളൊരു യൂട്യൂബർ ആണ്, അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും എന്തോ വലിയ സംഭവം എന്നുള്ളൊരു അങ്ങനൊന്നുമില്ല. അങ്ങനെ വന്നാ പിന്നെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അത് ശരിയാ, നല്ലൊരു കാരണം. അല്ല ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്നപ്പോ കുറച്ച് പേർക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി നോയലിനെ. അപ്പൊ ഇപ്പൊ നോയൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും പരിചയം ഉണ്ടെന്ന് കാണുമ്പോ ഐ ആം നോയൽ അല്ലേ, അല്ലെങ്കിൽ ഐ ആം നോയൽ എന്നുള്ള പേജിൽ നിന്നും നോർമൽ ആയിട്ടുള്ള ഒറിജിനൽ നോയലും സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണോ? ഞാൻ എന്താണോ എന്നുള്ളതാണ് അതിലുള്ളത്. അതിൽ പിന്നെ കുറച്ചും കൂടി ലൈക്ക് ആൾക്കാർ കാണാൻ വേണ്ടിട്ട് ഒരു ഇത് വേണല്ലോ. അപ്പൊ അതില് കുറച്ച് മെനി ഉണ്ടാവുന്ന മാത്രം. അതന്നെ, ഞാൻ നാച്ചുറൽ ആയിട്ട് കൂടുതൽ അതിൽ ഇന്ററാക്ട് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഒന്നാമത് ഉണ്ടാക്കി പറയാൻ അറിയില്ല കാര്യങ്ങള്, മീൻസ് അഭിനയിക്കാൻ അറിയില്ല. നമ്മൾ എന്താണുള്ളത് അത് അതിൽ കാണിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ളി നാച്ചുറലാണ് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറച്ചും കൂടി ആൾക്കാർ പുറത്ത് കാണുമ്പോ നമ്മള് ഒരു കണക്ഷൻ വരുന്നത്. ലൈക്ക് അടുത്ത് പരിചയമുള്ള ഒരാളെ കാണുന്ന ഒരു, നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തി പോലും നമ്മളടുത്ത് കാണുമ്പോ നമ്മൾ കുറെ നാളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് നമ്മളോട് സംസാരിക്കുക. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ വീഡിയോയിൽ കൂടെ പറയണത്. അങ്ങനെ അപ്പൊ നമ്മൾ മാക്സിമം നാച്ചുറലായിട്ട് നിക്കാന്നാണ് ഒരു പോളിസി. അതെ. അപ്പൊ ഞാൻ നോയലിന്റെ പേജൊക്കെ കാണാറുള്ളതാ. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുമ്പോ എന്തൊക്കെ സാധനങ്ങളാ, ഗാഡ്ജറ്റ്സ്, റോബോട്ട്സ്, RC കാർസ്, കുറെ നമ്മളൊന്നും കാണാത്ത പ്രൊഡക്ട്സ് ഒക്കെ കാണും. ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ വരുന്നത്? ബേസിക്കലി ഞാൻ തുടങ്ങിയ സമയത്ത് ഇതായിരുന്നില്ല എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നോർമൽ ടിക്ടോക്ക് വീഡിയോ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് തുടങ്ങിയതാണ്. പിന്നെ കുക്കിംഗ് അതൊക്കെ കുറെ പറയും നമ്മള് എങ്ങനെയെങ്കിലും പച്ച പിടിക്കണല്ലോ. അപ്പൊ നമ്മള് ചെയ്യാതെ കുറെ കണ്ടന്റ് ചെയ്തു, എവിടെയും ക്ലിക്ക് ആയില്ല. അങ്ങനെ പിന്നെയാണ് ഈ ടിക്ടോക്ക് വീഡിയോ റിയാക്ഷൻ എന്നുള്ളൊരു സംഭവം വന്നത്. ഈ മറ്റേ കൊക്കക്കോളയിൽ മുട്ടയിട്ടിട്ട് മുട്ട ഇങ്ങനെ റബ്ബർ പോലെ കൊറോണ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് റിയാക്ഷൻ ചെയ്ത് എന്താ പറയാ, അങ്ങനെ ചെയ്തപ്പോ അതിൽ കുറച്ചുകൂടി അധികം ഓഡിയൻസ് വന്നു തുടങ്ങി. പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടനുസരിച്ചിട്ട് നമ്മള് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ കാണിച്ചപ്പോ അതും നല്ല ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് പിന്നെ അതുമേ തന്നെ നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങള് ഇൻവെസ്റ്റ് ചെയ്യാ. ചെലവുണ്ട്. ചെലവ് നമ്മളെല്ലാരും വിചാരിക്കോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്ററാ ഒരു പുച്ഛമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അത് എന്താണ് അതിന്റെ കാര്യം എന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടില്ലേ. ഒരു പരിധി ലൈക്ക് നമ്മൾ എത്തിപ്പിടിച്ച നല്ലതാണ്, പക്ഷെ എത്തണം വരെ കുറച്ച് ടൈറ്റ് ആണ്. ഞാൻ 6 കൊല്ലം ഈ പരിപാടി നിൽക്കണം. +2 പഠിക്കുന്ന സമയം തുടങ്ങിയതാ. അപ്പൊ ഈ 6 കൊല്ലത്തില് 2 കൊല്ലം എന്ന് പറയുന്നത് ഞാൻ 0 ആയിരുന്നു. 2 കൊല്ലം നമ്മൾ ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെടാം. പക്ഷെ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പഠിക്കണ കാരണം അങ്ങനെ പഠിക്കാൻ പോകുന്ന ഇടയിലാണ് ചെയ്തോണ്ടിരുന്നത്.
സോ ആ രണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പഠിപ്പ് കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ് ആവുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാര്യമില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് തുടങ്ങിയ +2 കഴിഞ്ഞിട്ട് ആ ഒരു കൊറോണ സമയത്ത് തുടങ്ങിയ കാരണം ഞാനിപ്പോ ഇങ്ങനെ പച്ച പിടിച്ചെന്നുള്ള രീതിയിൽ പറയാം. എന്നിട്ട് പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താ പറയാ, സമയം എടുക്കും. പക്ഷെ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം കഴിയുമ്പോൾ നമുക്കത് അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അത് കിട്ടും, അത് നമ്മൾ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടുക. ഞാൻ ചിലവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വീഡിയോസ് റീച്ച് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് അങ്ങനെ പേഴ്സണലി പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്യണ ഒരു കാര്യമാണ്. കാരണം റീച്ച് വരുന്നില്ല, അത് നമ്മൾ ഇട്ടോണ്ടിരിക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അൽഗോരിതം അതിനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോ നമ്മൾ ഏത് കണ്ടന്റ് ആണോ നമ്മുടെ വൈറലായിരിക്കുന്നത് ആ കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റുകൾ വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നോർമൽ ന്യൂസ് ചാനലിൽ അവർ വേറെ സിനിമയോ വേറെ പാട്ടോ ഒന്നും പ്ലേ ചെയ്യില്ല. കാരണം അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂസ് കാണാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ ഒരു കണ്ടന്റിന്റെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലരും ഇപ്പൊ എന്താ പറയാ, ഉദാഹരണത്തിന് വേറെ ആരും പേര് പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ ഇപ്പൊ എന്റെ RC കാർ ടോയ്സ് എന്നുള്ള മേഖലയിലാണ് എനിക്ക് വ്യൂസ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഗാഡ്ജറ്റ്സ് ടോയ്സ് അൺബോക്സ് എന്നുള്ള ഒരു മേഖലയിൽ മാറിയത്. അല്ല, അപ്പൊ പേഴ്സണലി അതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം? ചെറുപ്പം അത് നമുക്ക് ഓൾറെഡി താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതിൽ പോയത്. അങ്ങനെ ഉദാഹരണം പറയുന്നത് പല ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉണ്ടല്ലോ, കുക്കിംഗ് ഉണ്ട്, കാർ റിവ്യൂ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തത് ഇതിന് ഓഡിയൻസ് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് അവരുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഈ RC കാർ എന്നൊക്കെ ഉള്ളത് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അവരതിങ്ങനെ കാണുമ്പോൾ അവർക്കും കൂടി ഒരു എന്റെ ഫ്രണ്ട്സിനും പേഴ്സണലി ഞാൻ നോയലിന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാറൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ സ്പൈഡർമാന്റെ ഇതൊക്കെ വരുമ്പോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ അവിടെ ഒരു ഷെയർ കയറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നിയാണ് ഇടാറ് ഓരോ പ്രോഡക്റ്റ്? തുടക്കത്തിൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഇതിട്ട വൈറലാവുന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിടുക, നമ്മൾ വീഡിയോസ് ചെയ്യുക, അത്രേ ഉള്ളു. നമ്മൾ ഇതില് വരുമാനം വരുമെന്നോ ഇതിൽ വ്യൂസ് വരുമെന്നോ ഒന്നും നോക്കാൻ പാടില്ല. ജസ്റ്റ് വീഡിയോ ഇടുക, അതിന് സമയം കണ്ടെത്തി ഇടുക. ആ ഒരു ഇത് ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വെറും റെഡ്മിയുടെ മൊബൈൽ ഉണ്ടായിരുന്നത്. അതിലാണ് തുടങ്ങുന്നത്. അതിന് മുന്നേ തുടങ്ങി കൺസിസ്റ്റന്റ് ആവുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ ഞാൻ വീഡിയോസ് എങ്ങനെ ഇടാറില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ പോലെ വൈഫൈ ഇല്ലേ വീട്ടില്, നെറ്റിനെ കുറച്ച് പൈസ ഉണ്ട്. അപ്പോ ഞാൻ തലേ ദിവസം ഇപ്പൊ എനിക്ക് കോളേജ് ഉണ്ടെന്ന് വെക്കുക, 3 മണിയാകുമ്പോൾ കോളേജ് കഴിയും, വീട്ടിലെത്തും 4 മണിയാകുമ്പോൾ വീട്ടിലെത്തും, അല്ലെങ്കിൽ 4:30 എത്തുമ്പോൾ. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് 5 മണി 6 മണി മീൻസ് ആ ഒരു സമയത്ത് വീഡിയോ എടുത്ത് തരും. പിന്നെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തീരും. പിറ്റേ ദിവസം കോളേജിൽ പോണ ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് കോളേജിൽ പോയിട്ട് കോളേജ് വൈഫൈ വെച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുക. നല്ല ടാസ്ക് ആയിരുന്നല്ലേ ആ ടൈമിലൊക്കെ? അങ്ങനെ വീഡിയോ ചെയ്ത് വന്നൊരാളാണ് ഞാൻ. അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ സ്ട്രഗിൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെ ഒരു സമയത്ത് മൊത്തം ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ സൈഡിൽ കൂടെ പഠിക്കും, സൈഡിൽ കൂടെ ഇത് ചെയ്യും, 2 പേർക്ക് ഒറ്റ ടൈം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ആ ഒരു ടൈമിൽ തന്നെ റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ടായിരുന്നു? കിട്ടില്ല എന്നല്ല, പക്ഷെ അത് വളരെ കുറവാണ്. നമുക്ക് യൂട്യൂബിന്റെ പോളിസി പ്രകാരം $100 ആണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ $100 തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ അതില് കുഴപ്പമില്ലാണ്ട് നമുക്ക് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആവണമെന്ന് തോന്നി. അങ്ങനെ ഫോൺ മാറ്റി, അങ്ങനെ അതിൽ നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ച് അവസാനം ഇവിടെ വരെ എത്തി. അങ്ങനെ അല്ല, അപ്പോ ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞു നമ്മള് എങ്ങനെയാണ് പ്രൊഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും നാളത്തെ ഒരു 6 years ജേർണി എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളത്തെ 6 years ജേർണി കഴിയുമ്പോ I am നോയൽ എന്നുള്ളൊരു യൂട്യൂബറിനുപരി അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് ഏറ്റവും കിട്ടിയേക്കുന്ന ഒരു സക്സസ് എന്താണ്, ഒരു ഹാപ്പിനെസ് എന്താണ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒന്നാമത് ഫ്രീഡം. പിന്നെ നമുക്ക് ഇത് റവന്യൂ വരുന്നോണ്ട് സ്റ്റേബിൾ ആണ്, നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. പിന്നെ ഇതിൽ എന്ന് പറയുമ്പോൾ ഫ്രീഡം, നമുക്ക് പുറമേ നിന്ന് ആരുടെയും ഒരു ഇത് വേണ്ട. ഉദാഹരണം പറയാം, നമ്മൾ ഒരാളുടെ കീഴിലല്ലോ വർക്ക് ചെയ്യണത്, സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇന്ന് വർക്ക് ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് വർക്ക് ചെയ്യില്ല ഞാൻ, മനസ്സിലായി? അങ്ങനെ അപ്പോൾ ഇതില് പിന്നെ എപ്പോ വേണമെങ്കിൽ നമുക്ക് പോവാം, എപ്പോ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ആ ഒരു സംഭവം ഉണ്ട്, നമുക്ക് അതിനനുസരിച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു സംഭവത്തിലേക്ക് എത്താനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ അത് നമ്മൾ എത്രത്തോളം നമ്മൾ പറയുമ്പോൾ അത് മറ്റൊരു മനസ്സിലാവില്ല. അതിപ്പോ ഈവൻ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എത്തിയത്. പക്ഷെ അവർക്ക് അത് കണക്ട് ആവില്ല, കാരണം അവരത് ചെയ്തിട്ടില്ല.
നമ്മള് ഈ രാത്രി ഉറക്കം ഒളിച്ചിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഞാൻ ഏകദേശം 2000 വരെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ കറന്റ്ലി എന്റെ പേജ് എടുത്ത് നോക്കിയാൽ അതിൽ 1500+ വീഡിയോസ് ഉണ്ട്. അതിന് മുന്നേ എനിക്ക് ഒരു 5-6 ചാനൽസ് മുന്നുണ്ടായിരുന്നു. അതിലൊക്കെ വീഡിയോസ് ഇട്ട് അതൊന്നും സക്സസ് ആവാണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ കൊറേ ചാനല് ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെറുപ്പത്തിലിട്ട 10ാം ക്ലാസ്സിൽ +1 ആ ഒരു ഒറ്റയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ ക്യാമറ ഡയറക്ഷൻ ആക്റ്റീവ് ഒക്കെ ഞാൻ തന്നെ. എല്ലാം ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ അല്ല, നമ്മള് ലൊക്കേഷനിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും പല വഴിക്കായി. അങ്ങനെ പിന്നെ കൊറോണ ഭയങ്കരമായിട്ട് സമയത്ത് ആർക്കും അങ്ങനെ വരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ചാനൽ തുടങ്ങിയതാണ് പിന്നെ ഈ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ സക്സസ് ആയപ്പോ പിന്നെ ഇതിൽ തന്നെ പിടിച്ചു നിന്നു. നമുക്ക് കുഴപ്പമില്ലാത്ത റവന്യൂ കാര്യങ്ങൾ ഇതിൽ തന്നെ കിട്ടും. റവന്യൂ കിട്ടുന്നത് വലിയ റവന്യൂ അല്ല, ജീവിച്ചു പോകാനുള്ള തട്ടിമുട്ടി പോകാൻ. ഫാമിലിയൊക്കെ ഇതിന് സപ്പോർട്ടാണോ? ആദ്യം സപ്പോർട്ട് ആയിരുന്നില്ല. അവർക്ക് ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ നടക്കുമ്പോ മലയാളി പാരന്റ്സിന്റെ യൂഷ്വൽ കാര്യമാണ് അത്. ആർക്കായാലും തോന്നും ഇതിപ്പോ എങ്ങനെ എത്താൻ. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു സൈഡ് അവർക്ക് അറിയില്ല, അത് ആർക്കും അറിയില്ല. അപ്പോ മീൻസ് അത് അറിഞ്ഞവരാണെങ്കിൽ ചിലപ്പോ സപ്പോർട്ട് ചെയ്താനെ. പക്ഷെ നമ്മൾ നോർമൽ പാരന്റ്സ് ആവുമ്പോ അവര് എത്രത്തോളം നമുക്കറിയാലോ. അപ്പോഴാ അവര് പറയണത് പിന്നെ സക്സസ് ആയ സമയത്ത് അവര് പറഞ്ഞു എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങും, അപ്പൊ നമുക്ക് ഇത് മാത്രം നിൽക്കരുത്. പിന്നെ അങ്ങനെയൊക്കെ അപ്പൊ കൺസേൺ ഉണ്ട് അവർക്ക് ഇപ്പോഴാണെങ്കിലും. നമുക്ക് അങ്ങനെ അത് മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് ബാൻ ആയ പോലെ യൂട്യൂബ് ബാൻ ആയാലോ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ യൂട്യൂബ് അങ്ങനെ ബാൻ ആവുന്നൊരു സംഭവമില്ല. കാരണം ഓൾറെഡി യൂട്യൂബ് എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിളിന് ആണെങ്കിലും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അത് ശരിയാണ്, നമ്മുടെ ചുറ്റിനും തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സും ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എന്താ പറയാ, അത്രയും പേരുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു അത്ര ഹാർഡ് വർക്ക് നശിപ്പിക്കുന്ന പോലെ ആയിരിക്കും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നിരോധിച്ചുണ്ടാവുക. നിരോധിക്കില്ല, ഉറപ്പാണ്. കാരണം ഒരുപാട് മെയിൻ ആൾക്കാരുടെ ചാനൽസും കാര്യങ്ങളൊക്കെ അതിലുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഹോപ്പാണ് നമുക്ക് ഇതിൽ വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളത്. പാരന്റ്സ് പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഓൾറെഡി എനിക്കൊരു ബിസിനസ് ഉണ്ട്. അതൊരു ഒരു തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ അത് സൈഡായിട്ട് അതും പോകുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഓട്ടത്തിലാണ്. അപ്പൊ അതിന്റെ ഓട്ടത്തിലാണ്. ഇത് നമ്മൾ വീഡിയോ ചെയ്യണം. ഇത് ഒരു കൺസിസ്റ്റൻസി ആണ് എന്ത് പറഞ്ഞാലും മെയിൻ ആയിട്ടുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് ഡെയിലി ഒരു വീഡിയോ ഇട്ടിരിക്കണം എന്നുള്ളൊരു ഇതാണ്. കാരണം എനിക്ക് അത്രയും പറ്റില്ലേ മാത്രം വീഡിയോ ചെയ്യില്ല എന്നുള്ളൊരു ഇതാ. അപ്പൊ ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോ നമുക്ക് ചിലപ്പോ ഒരു 7 ദിവസം ട്രിപ്പാണ്. 7 ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരു ദിവസത്തിൽ ചിലപ്പോ മീൻസ് ട്രിപ്പ് പോണേക്കാളും 3 എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിൽ അത്ര ഒബ്സസ്ഡ് ആണ് ലൈക്ക് ഈ ഒരു മേഖലയില് നമ്മള്. കാരണം ഞാൻ ചെയ്യുന്ന വർക്കിനോട് 100% നമ്മൾ നീതി പുലർത്തിയതുകൊണ്ടാണ് നമ്മൾ എത്തുന്നത്. അതെ, അപ്പോ എന്താ പറയാ, നമ്മൾ അതിൽ വീഡിയോസ് ഇടുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. എങ്ങനെയെങ്കിലും വീഡിയോ ഇടണം എന്നുള്ളൊരു ഇത്. അത് ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഇട്ട വീഡിയോ വൈറലാവില്ല, അപ്പൊ കുറച്ച് ടെൻഷൻ ആവും അങ്ങനെ. പക്ഷെ നമുക്കറിയാം നമ്മൾ കൺസിസ്റ്റന്റ് വീണ്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നമുക്ക് കേറും എന്തായാലും. അപ്പൊ ഇതെങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിലും ഒരു നല്ല ഐഡിയ കിട്ടാനാണോ കൂടുതൽ പാട്? പ്രൊഡക്റ്റ് കിട്ടിയാൽ നമുക്ക് ഐഡിയ കിട്ടി, അതാണ്. അപ്പൊ പിന്നെ ഗുഡ് ഐഡിയ അതൊക്കെ അത്രേ ഉള്ളു. എന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടെത്തണം. പ്രൊഡക്റ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസിന്റെ റെഫറൻസ് എടുക്കേണ്ടി വരും. ഒരുപാട് വീഡിയോസ് നമ്മൾ അതിന് വേണ്ടി തപ്പേണ്ടി വരും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് തപ്പി നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. അല്ല, ഞാനിങ്ങനെ ചില സമയം കാണുമ്പോൾ ആലോചിക്കാറുണ്ട് ഈ സാധനം കൊള്ളാൽ ഇതൊക്കെ ഇതിനു മുമ്പ് എവിടെയായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ തപ്പണം. നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പുതുമ തോന്നിക്കുന്ന ഒരു സംഭവം. ചില സാധനങ്ങൾ മറ്റേ കാറിന്റെ ഉള്ളിൽ വെക്കുന്ന എന്തൊക്കെയൊക്കെ കാണുമ്പോ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടായാലേ കൊള്ളാന്നിരിക്കാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കാർട്ടൂണൊക്കെ കാണും, ഇങ്ങനെ ഓരോ ടെക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പൊ അതില് ഇവര് ഓരോ സാധനങ്ങൾ അതേപോലെ തന്നെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുന്നതും. അപ്പൊ അത് കണ്ടപ്പോ ഇത് നമ്മുടെ ഇതിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അങ്ങ് സെർച്ച് ചെയ്യും. ഉദാഹരണത്തിന് എന്താ പറയാ, എനിക്കിപ്പോ ഇവിടെ ചായ കിട്ടിയ കൊള്ളാന്നുണ്ട്. അപ്പൊ ലൈക്ക് ഇവിടെ ചായയുടെ ഒരു മിഷ്യൻ പോലെ സംഭവം ഓട്ടോമാറ്റിക്കലി ചായ വരുന്നത് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഉണ്ടായ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ ഓരോന്ന് കിട്ടും. അപ്പൊ നമ്മള് പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞ്, ജേർണിനെ കുറിച്ച് പറഞ്ഞ്, ഇതൊക്കെ സംസാരിച്ച്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ ക്യാരക്ടർ ഓണമാണ്. അപ്പൊ നമുക്ക് സ്ലാഗ് വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ട് നോയൽ നല്ലൊരു തൃശ്ശൂർക്കാരനാണെന്നുള്ള കാര്യം.
അപ്പൊ എങ്ങനെ ഓണം എന്ന് പറഞ്ഞ എന്താ ആദ്യം മനസ്സിലേക്ക് കടന്നു? ഓണം എന്ന് പറയുമ്പോ എന്താ പറയാ, നമുക്ക് ചെറുപ്പത്തിലാണെങ്കിൽ സ്കൂളിൽ പൂക്കള മത്സരം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലാണെങ്കിൽ എന്തായാലും സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും. പിന്നെ മെയിൻ ചെറുപ്പത്തില് പുതിയ സിനിമ കാണാൻ പറ്റും നമുക്ക് ഓണത്തിന്. പുതിയ എന്തെങ്കിലും കാണാറില്ല ഇപ്പൊ? അങ്ങനല്ല, ഇപ്പൊ പറയുമ്പോ അങ്ങനെയല്ല, മാറിയില്ലേ. ഇപ്പൊ നമുക്കൊരു പുതിയ നമുക്ക് OTT ഫസ്റ്റ് വരും, അതിന് ശേഷമല്ല നമുക്ക് ചാനൽസിലൊക്കെ കിട്ടുന്നത്. പണ്ട് പറയുമ്പോ അങ്ങനെയല്ലോ, പണ്ട് നമ്മളിപ്പോ ഉദാഹരണത്തിന് നല്ലൊരു ഫിലിം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിലിം ഓണത്തിനായിരിക്കും ചിലപ്പോ അത് ടെലികാസ്റ്റ് ചെയ്യാം. അപ്പൊ ആ ടെലികാസ്റ്റ് ചെയ്യണം നമ്മൾ നോക്കിയിരിക്കും. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ. ഇപ്പൊ ചിലപ്പോ നമുക്ക് ഇപ്പൊ നമുക്ക് വരുമാനം കാര്യമാണ്, തിയേറ്റർ പോയി സിനിമ ആണെങ്കിൽ കാണാം. അങ്ങനെ പണ്ടത്തെ കുറവാണ്. നമ്മളിപ്പോ TV കാണുന്ന കുറവാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു സിനിമ കാണണമെങ്കിൽ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇതിന് കയറാൻ ഡയറക്റ്റ് കാണാന്നുള്ള രീതി അങ്ങനെ. അപ്പൊ അതൊരു ഓണമായിട്ട് ആലോചിക്കുമ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ പിള്ളേര് കളിക്കാൻ പോവാ, 10 ദിവസത്തെ വെക്കേഷൻ കിട്ടും, അങ്ങനെയൊക്കെ. ഇപ്പോഴും വെക്കേഷൻ കിട്ടുമോ? ഇപ്പൊ പിന്നെ ഫുൾ ടൈം വെക്കേഷൻ ആണല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ല, അപ്പൊ ഈ തൃശ്ശൂർക്കാരനാണെന്ന് പറഞ്ഞപ്പോ തൃശ്ശൂരാണല്ലോ നമ്മള് ഓണത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. അതിനൊക്കെ പോവാറുണ്ടോ? തൃശ്ശൂർ പൂരം? തൃശ്ശൂർ പൂരത്തിന് പോവാറുണ്ട്. പിന്നെ പുലിക്കളിയാണ് നമ്മുടെ ഓണത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. പുലിക്കളിക്ക് പോവാറുണ്ട് ഞാൻ, പറ്റുമ്പോ ഒക്കെ പോവും. അല്ല കൊല്ലം പോണം ഇല്ല, അങ്ങനെയല്ല പറയുന്നത്, പോയിട്ടുണ്ട്. പക്ഷെ അല്ല കൊല്ലം നമുക്ക് പറ്റുമ്പോ നമ്മള് നമ്മളെ പോലെ നമ്മുടെ എന്താ പറയാ ഫ്രീനെസ് അങ്ങനെയൊക്കെ നോക്കിട്ട് നമ്മൾ പോവാറുണ്ട്. അപ്പൊ എന്നാലും ഈ ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിലേക്ക് കടന്നു എന്താ? മാവേലി. വേറെ? പിന്നെ സദ്യ, പായസം. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ പള്ളികളിലൊക്കെ ആണെങ്കിലും കളികൾ ഉണ്ടാവും. ഓണത്തിന്റെ കളികള്, പൂക്കള മത്സരം, അങ്ങനെ കുറെ സംഭവം ഉണ്ടാവും. പങ്കെടുക്കാറുണ്ടോ? മെയിനാണ് നമ്മളൊക്കെ. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കലാകാരനുപരി നല്ലൊരു ആർട്ടിസ്റ്റ് കൂടെയാണ് തോന്നുന്നു. അങ്ങനെയല്ല, അല്ല നമ്മള് അതൊക്കെ ഗ്രൂപ്പ് വർക്കാണ്. അപ്പൊ അതില് നമ്മളിങ്ങനെ തെറിച്ചിക്കണ കാരണം. അതെ, മറ്റേ പൂ പറിച്ചു കൊടുക്കുക, വരക്കുക, വെട്ടി കൊടുക്കുക, മുറിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ. പിന്നെ അതൊക്കെ ഒരു കാര്യം കഴിഞ്ഞു. എന്താ ഇനി ചെയ്യാൻ പറ്റൂല? അങ്ങനെയല്ല, നമ്മുടെ ഫോക്കസ് അറിയില്ലോ. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ പഠിക്കാൻ നമുക്ക് വെറൈറ്റിക്ക് വേണമെങ്കിൽ ഈ വർഷം പോയത് സമയമില്ല, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തില്. സാറില്ല, ഒരു ദിവസമൊക്കെ മാറ്റി വെക്ക, കുറച്ചു നേരം. വേറെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണം എപ്പോഴും ഉണ്ടാവും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ടാവില്ല. അത് ശരിയാ. അപ്പൊ നമ്മള് ഇത് നിങ്ങൾക്കും കൂടെ ഉള്ള അപ്പൊ ഓപ്പർച്യൂണിറ്റി ചിലപ്പോ ഓണത്തിന് ഒന്നായിരിക്കും വരെ. അപ്പൊ അന്ന് നമ്മള് ചിലപ്പോ ഓണം കൂടാണ്ട് ചിലപ്പോ ഓപ്പർച്യൂണിറ്റി പിന്നീട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 10 ഓണം നമുക്ക് സിമ്പിളായിട്ട് ആഘോഷിക്കാൻ പറ്റും. നല്ലൊരു കാര്യമാണ്, മനസ്സിലായ? അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും ലൈഫില്, ചിലത് നേടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ചിലവര് ചിലപ്പോ സാഡാക്കിണ്ടാവാം. പക്ഷെ ബേസിക്കലി നമ്മളൊരു ലോങ് ടേം ആണ് നോക്കേണ്ടത്. നമ്മള് ഒരു ചെറിയൊരു സമയത്തിന് നമ്മളൊരു 70-75 വയസ്സായി ചിലപ്പോ ഒരു ആവറേജ് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മള്. അപ്പോ നമ്മളിപ്പോ ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഒരു എന്തെങ്കിലും സന്തോഷത്തിന് ഒരു എന്താ സാഡായ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതും പിടിച്ചിക്കാണ്ട് നമ്മുടെ ബാക്കി 75 വർഷത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് അതും ആലോചിക്കുക. അപ്പൊ നമുക്ക് ഈ സാഡ്നെസ് ഒന്നല്ല. അപ്പൊ ഇച്ചിരി കൂടെ ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആണ്. അല്ല, അങ്ങനെ ആയാലും കാര്യമുള്ളൂ. എന്തായാലും ഫ്യൂച്ചർ ഉണ്ടാവും. നമുക്കത് അതുമ്മ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് എന്താ പറയാ, ആ ഫ്യൂച്ചറില് ആ സംഭവം നമുക്ക് അത് നിർത്താനും പറ്റില്ല, തടയാനും പറ്റില്ല. നമ്മൾ എന്തായാലും എത്തണം. അപ്പൊ എത്തുമ്പോ നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാറ് ഓടണമെങ്കിൽ പെട്രോൾ ഉണ്ടാവണം. പെട്രോളാണ് അതുപോലെ നമ്മുടെ മനുഷ്യന്റെ ഇന്ധനാണെന്നാണ് പൈസ എന്ന് പറയുന്നത്. സോ ഈ പൈസ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഒരു 10-35 വയസ്സ് വരെയെങ്കിലും ഇത് ഉണ്ടാക്കണം, എന്നിട്ട് ഒരു 40 വയസ്സാകുമ്പോൾ റിട്ടയർ ആവണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ഓണത്തിനെ കുറിച്ച് പറഞ്ഞു, സദ്യയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് റാപ്പിഡ് ഫയർ ആയാലും സിമ്പിൾ ആണ്. കുറച്ച് ഐറ്റംസ് അറിയാ, എന്നാ അതിന്റെ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം? ഇഞ്ചമ്പുളി. ഓക്കെ, ഇഞ്ചമ്പുളി വേഴ്സസ് മധുരക്കറി. ഇഞ്ചമ്പുളി. ഓക്കെ, അവിയൽ വേഴ്സസ് ക്യാബേജ് തോരൻ. ഓ, അപ്പൊ ക്യാബേജ് തോരൻ വേഴ്സസ് കൂട്ടുകറി. ക്യാബേജ് തോരൻ എത്ര ഇഷ്ടമാണ്. ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ട് നൈസ് അല്ലേ? ഗ്രീൻ പീസ് ഒക്കെ ഇടാറുണ്ട്, നമ്മുടെ ഇവിടെ ഗ്രീൻ പീസ് ഇടാറില്ല. ക്യാരറ്റ്, ഗ്രീൻ പീസ്. ഇവിടെ ക്യാബേജ്, പിന്നെ മറ്റേ തേങ്ങാപ്പീര തോരൻ പോലെ ആക്കണുള്ളൂ. അങ്ങനെയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂട്ടുകറി പിടിക്കാം. ഓക്കെ, കൂട്ടുകറി വേഴ്സസ്
എനിക്ക് കറികൾ പറഞ്ഞതല്ലോ. സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ പറയൂ. അതെ അതെ അതെ. സാമ്പാർ വേണോ പരിപ്പ് വേണോ? സാമ്പാർ. പരിപ്പില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാമ്പാർ അല്ലാണ്ട് നമ്മുടെ ഈ ഭാഗത്തേക്കാണല്ലോ കൂടുതൽ സാമ്പാർ വരുന്നത്. വേറെ എവിടെയാ? മറ്റേ ട്രിവാൻഡ്രം ആ സൈഡിൽ വരുമ്പോ പരിപ്പല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സാമ്പാർ കഴിക്കാൻ പറ്റില്ല. നമുക്ക് എന്തിലെങ്കിലും സാമ്പാർ ഉണ്ടാവും. അതെ, എനിക്ക് അത്രേ ഉള്ളൂ. സാമ്പാർ, ചോറ്, പപ്പടം, മധുരക്കറി. മധുരക്കറി മെയിൻ ആണ്. മധുരക്കറി ഇഷ്ടമല്ല എനിക്ക്. പൈനാപ്പിൾ കറി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മധുരക്കറി. അത് ഞങ്ങളുടെ പൈനാപ്പിൾ കറി. അത് നമ്മള് തൃശ്ശൂർ എറണാകുളത്തിന്റെ ചെറിയൊരു മാറ്റം വന്നതാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കും. അതാ ഞാൻ ആദ്യം ചോദിച്ച മധുരക്കറി. ഓക്കെ, അടിപൊളി. ഓക്കെ, പായസം വേഴ്സസ് പ്രഥമൻ. പായസം രണ്ടും രണ്ടാണെന്നാണ് എന്റെ ഒരു നിഗമനം. പായസത്തിലാണെങ്കിൽ പാലട. പാലട ഇല്ലാണ്ട് എന്ത്? പാലട, പപ്പടം, പഴം കൂട്ടി കഴിക്കലും. ഇത്തവണത്തെ ഓണത്തിന് എത്ര എണ്ണം കഴിക്കാനുള്ളതാ? ഇത്തവണത്തെ ആദ്യത്തെ സദ്യയൊക്കെ കഴിഞ്ഞാ? ഇല്ല കഴിഞ്ഞില്ല. ഇനി 1-2 പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഓക്കെ, ഈ സദ്യയിൽ കഴിച്ചിട്ട് പിന്നീട് തൊടാത്തൊരു ഐറ്റം ഉണ്ടാവൂലേ ഏതെങ്കിലും ഒക്കെ? അല്ലെങ്കിൽ ഇല ക്ലീൻ ചെയ്ത് കഴിക്കണ ആളാണോ? അല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെ വേണ്ടെന്ന് വെക്കും. ഇപ്പൊ എനിക്ക് ഈ കാളനൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് മറ്റേ കയ്പുള്ള ഒരു സാധനല്ലേ? കയ്പല്ല, ഒരു വെള്ള കളറിൽ സംഭവം എനിക്കിഷ്ടല്ല. അതെന്തോ വികാരമില്ല അതിന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആൾക്കാര് അത് എനിക്ക് വലിയ താല്പര്യമില്ല. അതേപോലെ അതാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത്. ബാക്കിയെല്ലാം നമുക്ക് എല്ലാം കൂടി കൂട്ടി വഴി അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോയലിന്റെ പേജിൽ മെയിൻ ആയിട്ട് ചെയ്യാറുള്ള കാര്യം എന്താണ്? അൺബോക്സിംഗ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ടാസ്ക് തരാൻ പോടെയാണ്. പെട്ടെന്നൊരു സാധനം തരുന്നു, അത് അൺബോക്സ് ചെയ്തിട്ട് അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. റെഡിയാണോ? അപ്പൊ നമ്മുടെ ബോക്സ് റെഡിയാണ്. ഇതിന്റെ അകത്തുള്ള സാധനം എന്താണെന്ന് നോക്കി നമ്മളുടെ പ്രേക്ഷകരെ കൊണ്ട് അത് മേടിപ്പിക്കുക, പറയുക, എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഓക്കെ, സിമ്പിൾ ടാസ്ക്. അപ്പൊ നമുക്ക് ബോക്സ് കൊടുക്കാം. ബോക്സ്. എന്താണത്? ഓക്കെ, തുറക്കാൻ പോവാണ്. അതാണ് പരിചയപ്പെടുത്തേണ്ടത്. വാക്സ് സ്റ്റിക്ക്. ഇത് ഞാൻ പരിചയപ്പെടുത്തണം. യൂഷ്വലി എന്താണ് വീഡിയോയിൽ ചെയ്യാറുള്ളത്? നമ്മൾക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ എന്താണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതെന്താണ് ഗൈസ്? ഒരു വാക്സ് എന്നൊക്കെ എനിക്ക് മെഴുതിരി എന്തെങ്കിലും സംതിങ് ആയിരിക്കും. വാക്സ് സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു മെഴുതിരിയുടെ എന്തോ ഒരു സംഭവമാണ്. എനിക്കറിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ബനാന ലൈറ്റ് പഴത്തിന് തന്നെയാണ്. അതെ അതെ അതെ. ബേക്കിംഗ് പൗഡർ. ഇത് മറ്റേ നമ്മള് എന്താ പറയാ, കേക്ക് ഉണ്ടാക്കുന്ന ബേക്കിംഗ് പൗഡർ. അതെ അതെ. പിന്നെന്നിട്ടാ ഇത് റീലവ്. എന്താണ്? വാട്ടർ പ്രൂഫ് ലാഷ്. ഇത് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണാണോ? ആണോ? ലാഷ് കൺപീലിയ. കണ്ണിന്റെ ഇത്. അതിന്റെ പേരറിയോ? അതിൽ കൺപീലി. കൺപീലി അത് ചെയ്യണ സാധനത്തിന്റെ പേരറിയോ? ഇത് എന്തിനു ചെയ്യണതാണോ? കൺപീലി ഇങ്ങനെ അത് പരിചയപ്പെടുത്തിയില്ല. അതെ, ഇങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. എനിക്കറിയാൻ പാടില്ല. പിന്നതേ യൂറോപ്പ് ഗേൾ എന്താ നോക്കാം നമുക്ക്. അതെന്താ നോക്കാം. ഇതില് ഇത് സെയിം അല്ലേ? അതെന്തായിട്ട് തോന്നുന്നു? ഇതും കൺപീലിനല്ലേ? എന്താണത് അറിയാവുന്നവര് പറഞ്ഞു കൊടുക്കണോട്ടോ. ഇത് വാട്ടർ കളറാണോ? കാണിച്ചു കൊടുത്തേ. കണ്ടിട്ടേ എനിക്കറിയാൻ പാടില്ല. വീട്ടിലെ അനിയത്തിയുണ്ട്. പക്ഷെ അനിയത്തിക്കൊക്കെ ഇത് മേടിച്ചു കൊടുക്കണം. അല്ല, അവളിലുണ്ട്. പക്ഷെ എനിക്കറിയില്ല മാത്രം. ഇത് ക്യൂട്ടസ് ആയിരിക്കും അല്ലേ? അതെ, അത് ക്യൂടെക്സ് അല്ല, കൺവെൻസിയാണ്. ഇതൊക്കെ കണ്ണിന്റെ ആണല്ലോ. ഓക്കെ, ഇത് അതറിയണോ? ലാക്മേ ലിപ്. ഇത് മറ്റേ അത് തന്നെ. ഒരെണ്ണം കറക്റ്റ് ആയി. അയ്യോ, പിന്നെന്താ? പിന്നെ ഇത് കഴിഞ്ഞു. ഇത് കാണിച്ചിട്ടില്ല. അത് കാണിച്ചിട്ടില്ല. 24 hour എന്താണ്? നോക്ക്, എന്ത് സാധനം നോക്കൂ. ഇത് ലിപ്സ്റ്റിക് അല്ലേ? ഇത് ലിപ്സ്റ്റിക് ആണ്. ഓക്കെ ഓക്കെ. ആ ബോക്സ് കൂടെ കാണിച്ചു കൊടുക്കും. എന്തോരം സാധനങ്ങളുണ്ടെന്ന്. കൊറേ സാധനങ്ങളുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ വാക്സ് മെഴുകുതിരി അല്ല,
നമ്മൾ ഈ മുടിയൊക്കെ ഒതുക്കി വെക്കാൻ ഉപയോഗിക്കൂലേ, അതാണ് ആ വാക്സ്. അങ്ങനെ അങ്ങനെയാണ്. മറ്റേതാ കളർ വാട്ടർ കളർ അല്ല, അത് നമ്മളുടെ ഐബ്രോ ഫില്ലിങ് ചെയ്യുന്ന സാധനം. അറിയാൻ പാടില്ല. ഞാൻ ഈ മേക്കപ്പിന്റെ ഐറ്റംസ് അങ്ങനെ വെറൈറ്റിക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. എനിക്ക് ആ കൂടി സൺസ്ക്രീൻ ഇതേ എനിക്ക് അറിയുള്ളൂ. സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴൊക്കെ. പിടിച്ചിട്ടുണ്ടെന്ന് പച്ചവെള്ളം ഏത് മറ്റേ നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെയാണ്, മറ്റേ വിമ്മൊക്കെ പറ്റി മറ്റേ ഹാൻഡ് വാഷ് ഒക്കെ എടുത്ത് അല്ല മുഖത്ത് എനിക്ക് വലിയ ഐഡിയ ഇല്ല സത്യം പറഞ്ഞെങ്കിൽ. പിന്നെ എനിക്ക് പ്രൊമോഷൻസ് ഓരോ സാധനം കിട്ടും ഈ പ്രൊഡക്ട്സ് ഒക്കെ, അപ്പൊ അതില് അങ്ങനെ വെച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്യും. ഈ സൺസ്ക്രീനും പിന്നെ മറ്റേ ഫേസ് മറ്റേ വാഷില്ലേ, ഫേസ് വാഷ്, അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ. വേണമെങ്കിൽ ഒരു ഡിഫറൻസിനാണെങ്കിൽ നമ്മുടെ ഗേൾസിന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാൽ കത്തിയാലോ. പക്ഷെ വേണ്ട, വേണമെങ്കിൽ മറ്റേ മുഖത്തൊന്ന് ഇട്ട് പരീക്ഷിച്ചു അവസാനം വേറെ പേര്. നമ്മളുടെ ആൾക്കാരങ്ങനെ പറയുമോ? ഓക്കെ, അപ്പൊ നോയലിനെ കാണാൻ ഇന്ന് നമ്മളോടൊപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എന്റെ ഒരു കുട്ടി ഫാൻ ഉണ്ടായി. നോയല് ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ നോയലോ ഇവിടെ വരണുണ്ടോന്ന് ചോദിച്ചാൽ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറിനെ ഞാനൊന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ. യെസ് അപ്പൊ ഞാൻ പറഞ്ഞതാ, നമ്മുടെ കുട്ടി ഫാൻ എത്തിയിട്ടുണ്ട്. യെസ്, ഓടി വായോ. ഇതാണ് നമ്മുടെ കുട്ടി ഫാൻ. ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? അറിയോ? ചേട്ടന്റെ എന്താ ഇഷ്ടം? ചേട്ടനെ കണ്ടിട്ട് എന്തോന്നും മിണ്ടാത്ത, സംസാരിക്കാനൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചു കുറെ. ഓൾറെഡി സംസാരിച്ചാണല്ലേ? നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തില്ലല്ലേ ചേട്ടന്? പരിചയപ്പെടുത്തി കൊടുത്തോ? രണ്ടുപേർക്കും ഒരേ തൃശ്ശൂർ സ്ലാങ്. അവിടെ നിന്നപ്പോ കൂടെ കൊണ്ടുവന്നോളന്ന്. അല്ല ഇത് നമ്മുടെ ഇവിടത്തെ ചേച്ചിയുടെ കുട്ടിയാണ്. ഓൺ പ്രൊഡക്റ്റ്. അയ്യോ എന്റെ അല്ല ഇവിടത്തെ ബൃന്ദ പ്രൊഡക്റ്റിന്റെ അമ്മേനറിയാം, അമ്മനെ ഇവിടെ പരിചയപ്പെട്ട്. അപ്പൊ എന്താ ഈ ചേട്ടനെ കണ്ടിട്ട് എന്തെങ്കിലും ആശയൊക്കെ ഉണ്ടായോ? ഒരു റോബോട്ടിനെ അയച്ചേരാ ഞാൻ. ഓക്കെ സെറ്റാക്കാം, നമ്മുടെ അമ്മയ്ക്ക് അയക്കാം. ഓക്കെ, ഒരു സബ്സ്ക്രൈബറിനെ കണ്ട് കുറച്ച് ചെലവായതിൽ സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നോയലിന്റെ പേജ് ഇങ്ങനെ കാണിച്ചോ, ഈ ചേട്ടൻ ഇവിടെ വരുന്നുണ്ടോ? ഇതിപ്പോ ക്യാമറയുടെ മുന്നിലായ കാരണം ഒരു നാടായി തോന്നുന്നു. നേരത്തെ വന്നപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ചില്ലേ? സന്തോഷം. അല്ല അങ്ങനെ കൊറേ പേര് നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോ പെട്ടെന്ന് അവര് തിരിച്ചറിയും. പിള്ളേരാണ് പെട്ടെന്ന് തിരിച്ചറിയാ. വന്ന് അവർക്ക് ഈ ഗെയിംസിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസ്, ERC കാര്യങ്ങളൊക്കെ അല്ലേ, പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യണ കാര്യങ്ങളൊക്കെ. അതെ, കാണാറെങ്കിൽ. അപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളതില് ഏറ്റവും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡ്രീം കം ട്രൂ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിതില് വരുമാനം തുടങ്ങിയപ്പോ തൊട്ടൊരു ആഗ്രഹം കിട്ടി തുടങ്ങിയപ്പോ ഒരു ആഗ്രഹമായിരുന്നു ബൈക്ക് എടുക്കാനായിട്ട്. ബൈക്ക് എടുത്തു. അത് 2024 ഏപ്രിലില് ബൈക്ക് എടുത്ത. കൃത്യം 2 വർഷം കഴിഞ്ഞ് ഈ ഏപ്രിലിൽ 2026 ഏപ്രിലിൽ ഞാൻ കാർ എടുത്തു. EMI ആണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത് അടയ്ക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുകൊണ്ട് പിന്നെ അത് എടുത്തു. നമുക്ക് പിന്നെ എപ്പോഴും ഓട്ടം ഉള്ളതുകൊണ്ട് വീട്ടിലെ കാർ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അവർക്ക് ആ കാർ ഉപയോഗിക്കാം, നമ്മുടെ കാര്യത്തിന്. എനിക്ക് പറഞ്ഞാൽ എപ്പോഴും ഓട്ടം ഉണ്ടാവും എന്തെങ്കിലും കാര്യത്തിന്. അല്ലെങ്കിൽ ഒരു മണിയില്ലെങ്കിൽ ഒരു മണി ഉണ്ടാവില്ല, പക്ഷെ ഓടിക്കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമായിരിക്കും. അത് ചിലപ്പോ രാത്രി 12 മണി 1 മണിക്ക് വീട്ടിൽ കയറാം. അപ്പൊ നമുക്ക് അവർക്ക് ആവശ്യത്തിന് അവരുടെ കാർ യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ. അപ്പൊ എന്റെ ആവശ്യത്തിന് എനിക്ക് കാർ യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു കാർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാർ എടുത്തു. അത് മൊത്തം ഈ ഒരു ഫണ്ട് വെച്ചിട്ടാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് സ്ട്രഗിൾ ഉണ്ടായിരിക്കും തുടക്കത്തില്, പക്ഷെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഓക്കെയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരുപാട് ക്രിയേറ്റേഴ്സ് ആവണം എന്ന് ആഗ്രഹമുള്ളവർ, പക്ഷെ ഇപ്പോഴും അത് എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളവരുണ്ടാവും. അപ്പൊ ഈ ഒരു ഓണം സീസണിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ലാസ്റ്റ് മെസ്സേജ് എന്താണ്? ബേസിക്കലി ഇത് നമ്മളൊരു പഠിക്കുകയാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതില് ഒരു ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു കാലത്ത് ഇപ്പൊ എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആപത്ത് കാലത്ത് കാപത്ത് വെച്ച
ആ സമയത്ത് കഴിക്കാന്നുള്ള ആ സംഭവം നമ്മൾ ഇപ്പോഴേ ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നോക്കിയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കും. അത് നല്ലൊരു പരിപാടിയാണ്. അത് തുടങ്ങാനുള്ളവരും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുള്ളവരൊക്കെ തുടങ്ങിക്കോന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇത് എന്താ പറയാ, നമുക്ക് അത്യാവശ്യം നല്ലൊരു മേഖലയാണ്. ഫണ്ട് ഉണ്ടാക്കാനാണെങ്കിലും ലൈക്ക് അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പം നമുക്ക് എനിക്കറിയാം ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പം നമുക്ക് അറിയണ കാര്യങ്ങളാണ് അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ തൃശ്ശൂർ ഇത്തവണത്തെ ഓണം എന്തായാലും വീണ്ടും ഇപ്പൊ മഴക്കാലമൊക്കെ ആണ്, എന്നാലും ആസ് ഓൾവേസ് നന്നായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ഓണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.